Hello everyone. PT ടെസ്റ്റ് ശരിക്കും എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ബിക്കോസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഈ ഒരു PTE എന്ന് പറയുന്ന ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്നായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് പോകുന്നില്ല. ശരിക്കും എന്താണ് ഈ ടെസ്റ്റ് എന്ന് ഇതുവരെ ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ടു യു. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം ഒരു 10 മിനിറ്റിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ ഒരു ടെസ്റ്റ് എന്ന് നോക്കാം. നിങ്ങൾ IELTS എന്ന് കേട്ടിട്ടില്ലേ? IELTS പോലെയുള്ള ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ് PTE. അതായത് ഈ ഒരു ടെസ്റ്റ് എടുത്താൽ നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ PTEയുടെ ഫുൾ ഫോം എന്താണ്? പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. പിയേഴ്സൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ബോഡിയാണ് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ദ ഫുൾ ഫോം ഇസ് പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്, PTE. അതാണ് അതിൻ്റെ ഫുൾ ഫോം. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പേപ്പറും പേനയും ഉപയോഗിച്ചിട്ട് ഈ ഒരു ടെസ്റ്റ് എഴുതാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഈസ് ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എല്ലാം ചെയ്യുന്നത്, റൈറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ സ്പീക്കിംഗ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഫാക്ടർ, ഇതിൻ്റെ സ്കോറിംഗ് AI ആണ് മേജറായിട്ടും ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ ലാംഗ്വേജ് എത്രത്തോളം നല്ലതാണ് എന്ന് അസസ് ചെയ്യുന്നത്, അളക്കുന്നത് ആരാണ്? AI ആണ്. ദാറ്റ് മീൻസ് ആ കമ്പ്യൂട്ടറിനകത്തുള്ള സോഫ്റ്റ്വെയർ ആണ് നിങ്ങളെ അസസ് ചെയ്യുന്നത്. ഒരു ഹ്യൂമൻ എക്സാമിനർ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ചില ടാസ്കുകൾക്ക് ഒരു ഹ്യൂമൻ സ്കോറിംഗ് വരുന്നുണ്ട്. അത് നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതും നിങ്ങളെ പ്രൈമറിലി അസസ് ചെയ്യുന്നതും ആ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആയിരിക്കും. അതിനുശേഷം AIയുടെ സ്കോറിങ്ങിന് ശേഷം ചില ടാസ്കുകൾ ഒരു ഹ്യൂമൻ എക്സാമിനർ പിന്നീട് അസസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ പ്രൈമറിലി ഇറ്റ്സ് എ ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. നിങ്ങൾ പോയൊരു കമ്പ്യൂട്ടറിൽ ടെസ്റ്റ് എടുക്കുന്നു, കഴിയുന്നു. അതാണ് PTE ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ടെസ്റ്റ് ഫോമാറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 hours 15 minutes ആണ് ഈ ഒരു ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. സോ 2 മണിക്കൂർ 15 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് എഴുതി തീർക്കാവുന്നതാണ്. അതുപോലെ തന്നെ 4 മൊഡ്യൂൾസ് ആണ് ടെസ്റ്റിനുള്ളത്. മറ്റേതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റുകളെ പോലെ തന്നെ റൈറ്റിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, ലിസ്ണിംഗ്, അല്ലേ? നമ്മുടെ LSRW ഈ 4 സ്കില്ലുകൾ, ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ഓക്കെ, ഈ 4 സ്കില്ലുകൾ തന്നെയാണ് PTEയിലും ടെസ്റ്റ് ചെയ്യുന്നത്. 4 സ്കില്ലുകളും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 4 സ്കില്ലുകൾക്കും 4 സെപ്പറേറ്റ് എക്സാംസ് ഒന്നും നമുക്ക് PTEയിലില്ല. എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു 2 hours 15 minutesൻ്റെ ടെസ്റ്റാണ്. കാരണം ഇതിൽ പല ക്വസ്റ്റ്യൻ ടൈപ്സിലും ഒന്നിൽ കൂടുതൽ സ്കില്ല് നിങ്ങളെ അസസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസിലും റൈറ്റിംഗ് സ്കിൽസിലും അസസ് ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ റീഡിംഗ് സ്കില്ലും സ്പീക്കിംഗ് സ്കില്ലും ഒരുമിച്ച് അസസ് ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ്സ് എ കമ്പൈൻഡ് ടെസ്റ്റ്. ഓക്കെ, 2 hours 15 minutesൽ 4 സ്കില്ലുകളും അസസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ് PTE. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റും കൂടിയാണ്. അതാ ഒരു ഫോമാറ്റ് വരുന്നത്. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ. അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോവാം. ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾസായിട്ട് പെട്ടെന്നൊന്ന് നോക്കാം. മൊഡ്യൂൾസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് പോകുന്നില്ല. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ ടൈപ്സും നമ്മളുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീഡ് അലൗഡ് ആണെങ്കിലും ഈ എല്ലാ ക്വസ്റ്റ്യൻ ടൈപ്സും നമ്മൾ എങ്ങനെ ചെയ്യാം, എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു ടെസ്റ്റിൻ്റെ സ്ട്രാറ്റജി എന്നൊക്കെ നമ്മൾ വേറെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ നമ്മളുടെ ചാനലിൽ പോയിട്ട് ഓൾഡ് വീഡിയോസ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, പക്ഷേ നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കാം. സ്പീക്കിംഗ് മൊഡ്യൂൾ, ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള സ്പീക്കിംഗ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ടൈപ്സ് നോക്കുകയാണെങ്കിൽ റീഡ് അലൗഡ്, റിപ്പീറ്റ് സെൻറ്റൻസ്, ഡിസ്ക്രൈബ് ഇമേജ്, റീഡ് എ ലെക്ചർ, ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ, പിന്നെ ഈ ഒരു റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ, ഈ 2 ടാസ്കുകൾ എന്ന് പറയുന്നത് ഈ വർഷം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടാസ്കുകളാണ് കേട്ടോ. ബാക്കിയെല്ലാം നേരത്തെ തന്നെ ഉണ്ട്. ഈ 2 ടാസ്കുകൾ ഈ വർഷം 2025 മുതൽ ആഡ് ചെയ്തിട്ടുള്ള 2 ടാസ്കുകളാണ്. സോ ഈ 2 ടാസ്കുകൾക്ക് നിങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വർഷം തൊട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ബാക്കിയെല്ലാം പഴയ ടാസ്കുകളാണെങ്കിൽ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്സ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു 22 ക്വസ്റ്റ്യൻ ടൈപ്സ് നമുക്ക് PTEയിലുണ്ട്. ഇപ്പം നമ്മളിതെല്ലാം കൂടെ നോക്കുന്നില്ല. സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് കുറേയധികം ക്വസ്റ്റ്യൻ ടൈപ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ റൈറ്റിങ്ങിലാണെങ്കിലും വി ക്യാൻ എക്സ്പെക്ട് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്സേ റൈറ്റിംഗ് ആണ്. നിങ്ങൾക്കൊരു എസ്സേ എഴുതാനുണ്ടാവും. പിന്നെ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഉണ്ടാവും. റീഡിങ്ങിലേക്ക് വരുമ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ടാവും. നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ ഒരു പാസേജ് വന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റീഡിംഗ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് കിട്ടുക.
പിന്നെ ലിസണിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഓഡിയോ, നിങ്ങൾ മൈക്രോഫോൺ ഉണ്ടാവും, സ്പീക്കർ ഉണ്ടാവും. അപ്പോൾ സ്പീക്കറിൽ ഒരു ഓഡിയോ കേൾക്കും. ആ ഓഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലിസണിങ് മൊഡ്യൂളിൽ വരുന്നത്. ഇപ്പോൾ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ, ഹൈലൈറ്റ് ഇൻ കറക്റ്റ് വേർഡ്സ്, അങ്ങനെ കുറച്ചധികം ക്വസ്റ്റ്യൻ ടൈപ്സ് ലിസണിങ് മൊഡ്യൂളിലും നമുക്കുണ്ടാവും. സോ 4 മൊഡ്യൂളിലുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു 22 ക്വസ്റ്റ്യൻ ടൈപ്സ് നമുക്കുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ കുറച്ചധികം ക്വസ്റ്റ്യൻ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ചധികം പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ PTE ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പം നമുക്ക് ഇതിൻ്റെ സ്കോറിംഗ് ഒന്ന് നോക്കാം. ഈ PTE ടെസ്റ്റിൻ്റെ സ്കോറിംഗ് എന്ന് പറയുന്നത് ഒരു 10 to 90 ഇടയിലാണ് നിങ്ങളുടെ സ്കോർ വരുന്നത്. മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 90 ആണ് കേട്ടോ. അപ്പോൾ 90 ആണ് നിങ്ങൾക്ക് PTE ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ പറ്റുന്ന സ്കോർ. അപ്പോൾ നിങ്ങൾ PTE ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10നും 90നും ഇടയിലുള്ളൊരു സ്കോറായിരിക്കും കിട്ടുന്നത്. ഒരു 50, 40 എല്ലാ അളവും ഉണ്ട്. ഓക്കെ, 10 to 20 എല്ലാ സ്കോറും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലൊരു സ്കോർ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് PTE നല്ല രീതിയിൽ പാസ്സാവണം അല്ലെങ്കിൽ നല്ലൊരു സ്കോർ വേണം എന്നൊക്കെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു 79+ സ്കോറിന് ചുമ്മാ ഒന്ന് എയിം ചെയ്യാം. ഓക്കെ, ഒരു 80 to 90യുടെ ഇടയിൽ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ മൈഗ്രേറ്റ് അബ്രോഡ് പല ആവശ്യങ്ങളുണ്ടാവും അല്ലേ, പല സ്ഥലങ്ങളിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്, പല ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഓരോ ആവശ്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്കോർ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ പൊതുവേ പറയുകയാണെങ്കിൽ ഒരു 79 മുകളിൽ കിട്ടിയാൽ നല്ലൊരു സ്കോറിന് നമുക്ക് PTEയിൽ പറയാം. ഓക്കെ, പിന്നെ സ്കോറിങ്ങിൽ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ AI പ്ലസ് ഹ്യൂമൻ സ്കോറിംഗ് ആണ്. ഇത് എവിടെയാണ് വാലിഡ് ആവുന്നത്? AI സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ അസസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ PTE പ്രിപ്പറേഷൻ എടുക്കുന്ന സമയത്ത് ആ സോഫ്റ്റ്വെയറുമായിട്ട് ഫെമിലിയർ ആവാനായിട്ട് ശ്രദ്ധിക്കുക. ആ സോഫ്റ്റ്വെയറിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജിനെ ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അത് AI സ്കോറിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെയാണ് പ്രിപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ആക്സെപ്റ്റഡ് വേൾഡ് വൈഡ്. PTE പണ്ട് മുതലേ ഉള്ള ടെസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് ഇസ് വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ്. ഒരുപാട് രാജ്യങ്ങളിൽ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ കൺട്രീസും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് PTE. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ PTE ഇസ് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ ഫാസ്റ്റ് റിസൾട്ട്സ്, ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ആ ഒരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു 24 മുതൽ 48 മണിക്കൂറിനകത്ത് നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും. ഓക്കെ, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എഴുതി 2 ദിവസത്തിനകത്ത് റിസൾട്ട് കൈ കിട്ടും. സോ ദാറ്റ്സ് എൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ PTEയുടെ സ്കോറിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് വരാം. ഇപ്പോൾ PTE എന്ന് പറയുന്നത് കുറച്ചധികം സിമ്പിളായിട്ടുള്ളൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻ ടൈപ്സ് നിങ്ങൾക്ക് കാണാം, പക്ഷേ ഫെമിലിയർ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻ ടൈപ്സും ഉണ്ട്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രാക്ടീസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഡെയിലി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 22 ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. 22 ക്വസ്റ്റ്യൻ ടൈപ്സും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 22 ക്വസ്റ്റ്യൻ ടൈപ്സും ഫെമിലിയറൈസ് ചെയ്യണം. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് സ്കോർ വെയിറ്റേജ് കൂടുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഈ വർഷം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പുതിയ 2 ക്വസ്റ്റ്യൻ ടൈപ്സും അടക്കം കുറച്ചധികം ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കോറിൽ വലിയ വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻ ടൈപ്സ്. ആ ക്വസ്റ്റ്യൻ ടൈപ്സ് നിങ്ങൾ ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഡെയിലി ചെയ്യുമ്പോൾ നമ്മളുടെ ആ ക്വസ്റ്റ്യൻ ടൈപ്സിൽ ഉള്ള എല്ലാ വീക്ക്നെസ്സും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ എൻഡിലേക്ക് പോകുന്ന സമയത്ത് ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സിൽ ഒരിക്കലും നമുക്കൊരു മിസ്റ്റേക്ക് വരത്തൂല. സോ ഡെയിലി പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ സ്റ്റേ അപ്ഡേറ്റഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം PTEയിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ AIയുടെ കൂടെ ഹ്യൂമൻ സ്കോറിങ്ങും കൂടെ വന്നു എന്നുള്ളത് പുതിയൊരു മാറ്റമാണ്. ഓക്കെ, ഈ വർഷം തൊട്ടാണ് ഹ്യൂമൻ സ്കോറിങ് കുറച്ചുകൂടെ കൂട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രിപ്പറേഷൻ കുറച്ചധികം ഈ വർഷം നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബൈ ഹാർട്ടഡ് ആൻസേഴ്സിനൊക്കെ ഈ വർഷം തൊട്ട് സ്കോർ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു ടെസ്റ്റിൽ വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എക്സ്പേർട്ട് ആയിട്ടുള്ളവരുടെ അടുത്തുനിന്ന് മാത്രം പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു എക്സാമാണ് PTE. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് AI സ്കോറിങ്ങും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും വീട്ടിലിരുന്ന് പെന്നും പേപ്പറും ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തായാലും നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രാക്ടീസ് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട്
ആവശ്യം വരും. ആ സോഫ്റ്റ്വെയറുമായിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനുമായിട്ടൊക്കെ ഫെമിലിയറൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം PTE ടെസ്റ്റിന് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള PTE ടിപ്സിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനലിൽ നമ്മൾ ഒരുപാട് PTE ക്വസ്റ്റ്യൻ ടൈപ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ PTE കൂടുതൽ ഈസി മലയാളം ടിപ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. നമ്മളുടെ കോൺടാക്ട് നമ്പർ അവിടെ കാണും. അപ്പോൾ ഡെഫിനറ്റ്ലി കോൺടാക്ട് അസ് ആൻഡ് സ്റ്റാർട്ട് യുവർ PTE പ്രിപ്പറേഷൻ ജേർണി. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.